നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. വ്യത്യസ്ത അപകടങ്ങളിൽ ശാസ്താംകോട്ടയിൽ 2 പേർ മരിച്ചു. നാടൻപാട്ട് സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഗായിക ചിതറ സ്വദേശി ലക്ഷ്മിയും പച്ചക്കറിയുമായി പോയ വാഹനവും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാരാളിമുക്ക് സ്വദേശി ഷമീറും മരിച്ചു. ഗോവൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അയത്തിൽ സ്വദേശി ജിജോയെയാണ് കരുനാഗപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. അരിപ്പ സമരഭൂമിയിലെ 45 ഏക്കർ സ്ഥലത്തെ മരം മുറിക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ ഒത്താശയുണ്ടെന്ന് ആരോപണം. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആദിവാസി ദലിത് മുന്നേറ്റ സമിതി. പട്ടയം തടഞ്ഞുവെക്കുന്ന നടപടിയുണ്ടായാൽ 24-ന് നടക്കുന്ന പട്ടയമേള ബഹിഷ്കരിക്കുമെന്നും ആദിവാസി ദലിത് മുന്നേറ്റ സമിതി. ഉത്സവത്തിന് പോകാനായി ബൈക്ക് മോഷ്ടിച്ചു. യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ നെട്ടയം സ്വദേശി സന്ദീപാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന നാടൻപാട്ട് സംഘത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. നാടൻപാട്ട് കലാകാരി ചിതറ സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. കൊട്ടാരക്കര ഭരണിക്കാവ് റോഡിൽ സിനിമാ പറമ്പിൽ വാഹനം നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചായിരുന്നു അപകടം. മൈനാഗപ്പള്ളി കേന്ദ്രമായുള്ള 5 അംഗ നാടൻപാട്ട് സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന നാടൻപാട്ട് സംഘം സഞ്ചരിച്ച വാഹനമാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ നാടൻപാട്ട് കലാകാരി മരിച്ചു. ചിതറ മാടൻകാവ് ലക്ഷ്മി ഭവനത്തിൽ ബാലു ഷീബ ദമ്പതികളുടെ മകൾ ലക്ഷ്മിയാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ കൊട്ടാരക്കര ഭരണിക്കാവ് റോഡിൽ സിനിമാപ്പറമ്പ് ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത്. മൈനാഗപ്പള്ളി ആസ്ഥാനമായുള്ള 5 അംഗ നാടൻപാട്ട് സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ചടയമംഗലത്തെ പരിപാടിക്ക് ശേഷം മടങ്ങുകയായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാൻ റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാനിലുണ്ടായിരുന്ന മറ്റ് 4 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇവരെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അരിപ്പ സമരഭൂമിയിലെ 45 ഏക്കർ സ്ഥലത്തെ മരം മുറിക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ ഒത്താശയുണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആദിവാസി ദലിത് മുന്നേറ്റ സമിതി ആവശ്യപ്പെട്ടു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരത്തിന്റെ പണമടയ്ക്കാൻ തയ്യാറാകാത്തവരെ പട്ടയ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയാണ്. മരം വിറ്റ് പണം അടയ്ക്കാത്ത കുടുംബങ്ങളുടെ പട്ടയം തടഞ്ഞുവെക്കുന്ന നടപടിയുണ്ടായാൽ 24-ന് നടക്കുന്ന പട്ടയമേള ബഹിഷ്കരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 23-ന് പുനലൂർ RDO ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ കൊല്ലത്ത് പറഞ്ഞു. അരിപ്പ ഭൂസമര പരിഹാരത്തിന്റെ ഭാഗമായി 14 വർഷത്തിലേറെയായി സമരത്തിലേർപ്പെട്ടു വരുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനുള്ള നടപടിയുടെ ഭാഗമായി 45 ഏക്കർ വരുന്ന സമരഭൂമിയിലെ മുഴുവൻ മരങ്ങളും മുറിച്ചു നീക്കുന്നതിന് റവന്യൂ വകുപ്പും വനം മാഫിയ സംഘങ്ങളും ഒത്തുകളിക്കുകയാണെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി ആരോപിച്ചു. പട്ടയ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് അനുവദിച്ച ഭൂമിയിലെ റബ്ബർ ഉൾപ്പെടെയുള്ള മരങ്ങൾക്ക് 10,000 മുതൽ 25,000 രൂപ വരെ വില നിശ്ചയിച്ചിട്ടുണ്ട്. 10,000 മുതൽ 25,000 രൂപ വരെ വില നിശ്ചയിച്ചിട്ടുണ്ട്. കുറഞ്ഞ ദിവസത്തിനകം പണമടയ്ക്കാനുള്ള തീയതിയും പ്രഖ്യാപിച്ചു. വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ച് വനം മാഫിയ സംഘങ്ങൾ മരങ്ങൾക്ക് പണമടച്ചില്ലെങ്കിൽ പട്ടയം ലഭിക്കില്ലെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരെ കൊണ്ട് പട്ടയ ഉടമകളെ ഭീഷണിപ്പെടുത്തുകയാണ്. ചുരുങ്ങിയ വില നിശ്ചയിച്ച് വനം മാഫിയകളുടെ അക്കൗണ്ടിൽ നിന്നും പണം ഓൺലൈനായി സർക്കാരിലേക്ക് അടയ്ക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി കുറ്റപ്പെടുത്തി. ഭരണകക്ഷിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇതിന് ഒത്താശ ചെയ്യുകയാണെന്നും ഇവർ പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരത്തിന്റെ പണമടയ്ക്കാൻ തയ്യാറാകാത്തവരെ പട്ടയ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുമെന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭീഷണി വനം മാഫിയയെ സഹായിക്കാൻ വേണ്ടിയാണ്. വനം മാഫിയകളുടെയും ഭരണകക്ഷികളുടെയും ചൂഷണങ്ങൾക്കും താൽപര്യങ്ങൾക്കും വഴങ്ങാതെ മരം വിറ്റ് പണമടയ്ക്കാത്ത കുടുംബങ്ങളുടെ പട്ടയം തടഞ്ഞുവെച്ചാൽ 24-ന് നടക്കുന്ന പട്ടയമേള ബഹിഷ്കരിക്കുമെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി നേതാക്കൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പട്ടയമേളക്ക് മുന്നോടിയായി കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഓരോ പട്ടയ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കും 15,000, 15,000, 25,000 രൂപ ഉൾപ്പെടെ തുകയടക്കാനുള്ള ഒരു ഷോർട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത സമരപരിഹാരമാണ്. അരിപ്പ സമരഭൂമിയോട് ചേർന്ന് 2010-ൽ ഇതേ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് ചെങ്ങറ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായിട്ട് 21 ആദിവാസി കുടുംബങ്ങൾക്ക് അരിപ്പയിലെ തന്നെ റവന്യൂ ഭൂമി നൽകി. അവിടെയുള്ള റബ്ബർ മരങ്ങൾക്കോ മറ്റ് പാഴ്മരങ്ങൾക്കോ ഒന്നും പണമടക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ആർളം ഫാമിലിയിലും ആലക്കോട് എസ്റ്റേറ്റിലെയും മുത്തങ്ങയിലെയൊക്കെ ഭൂസമര പരിഹാരത്തിനും മരങ്ങൾക്ക് പണം കെട്ടാനുള്ള യാതൊരു തീരുമാനവും ഗവൺമെന്റ് ഭാഗത്തുണ്ടായിരുന്നു.
ദരിദ്ര വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുന്ന ഭരണകക്ഷി വനം മാഫിയകളുടെ നടപടികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്നും അരിപ്പ റവന്യൂ ഭൂമിയെ മരുഭൂമിയാക്കി മാറ്റുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 23-ന് പുനലൂർ RDO ഓഫീസിന് മുന്നിൽ ധർണ നടത്താനും തീരുമാനിച്ചതായി ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ, ADMS ജനറൽ സെക്രട്ടറി രമേശൻ V, ജില്ലാ പ്രസിഡന്റ് മണി P, സംസ്ഥാന കമ്മിറ്റി അംഗം VC വിജയൻ, സുനിൽ S എന്നിവർ അറിയിച്ചു. എന്നാൽ ഇത്തവണ അരിപ്പയിൽ ഈ മരങ്ങൾക്ക് പണം നിശ്ചയിക്കുന്നതിന് പിന്നിൽ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളും മരമുറി മാഫിയ സംഘങ്ങളുമായിട്ടുള്ള വലിയ ഒത്തുകളിയുണ്ട്. അതിന്റെ വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളാണ് തിങ്കൾകരിക്കം വില്ലേജിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നത്. വില്ലേജ് ഓഫീസിൽ വലിയ വിഭാഗം മരമുറി കച്ചവടക്കാർ കേന്ദ്രീകരിക്കുകയും വില്ലേജ് അധികൃതർ പരസ്യമായി പറയുന്നത് 14 കൊല്ലം കിടന്നിട്ട് പട്ടയം കിട്ടണമെങ്കിൽ നിങ്ങൾ മരം മുറിച്ച് വിറ്റ് അതിൽ നിന്ന് പണം അടക്കണം. ഓരോരുത്തർക്കും അടക്കാനുള്ള പണം ഈ മാഫിയ സംഘങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ബന്ധമുള്ള ആളുകൾ അവിടെ വെച്ച് തന്നെ ഓൺലൈനിലായി സർക്കാരിലേക്ക് അടക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഉത്സവത്തിന് പോകാനായി ബൈക്ക് മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ നെട്ടയം സ്വദേശി സന്ദീപാണ് അറസ്റ്റിലായത്. ഉത്സവം കാണാനായി ബൈക്ക് മോഷ്ടിച്ച യുവാവാണ് അറസ്റ്റിലായത്. അഞ്ചൽ നെട്ടയം സ്വദേശി 20-കാരനായ സന്ദീപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച ബൈക്കുമായി ഉത്സവത്തിന് പോയപ്പോൾ അപകടം സംഭവിച്ചു. പരിക്കേറ്റ സന്ദീപ് ബൈക്ക് ഉപേക്ഷിച്ച് മടങ്ങി വീട്ടിലെത്തി. അയൽവാസിയായ മംഗളാനന്ദന്റെ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത്. മംഗളാനന്ദൻ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് സന്ദീപ് പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയാണ് സന്ദീപെന്ന് പോലീസ് പറഞ്ഞു. ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം ചെയ്തെടുത്തുകൊണ്ട് പോയതായി ഒരു പരാതി ലഭിക്കുകയും അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സന്ദീപ് എന്ന നേരത്തെ ഇതുപോലെ മോഷണ കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളെ സംശയിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ സ്കൂട്ടർ മോഷണം ചെയ്ത സ്കൂട്ടർ നമ്മൾ ആലഞ്ചേരി സമീപത്ത് കൈതാടി ഭാഗത്ത് നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി അത് നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവരികയും ഈ പ്രതിയെ പറ്റി അന്വേഷിച്ചപ്പോൾ പ്രതി നെട്ടയം ഭാഗത്ത് വെച്ച് പ്രതിയെ കാണുകയും അയാളെ നമ്മളെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് അന്വേഷിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതിൽ ഇയാളാണ് മോഷണം ചെയ്തതെന്ന് നമുക്ക് വെളിവായി. അതിനെ തുടർന്ന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റേഷനിൽ സൂക്ഷിച്ചു വരികയാണ്. അപ്പോൾ അന്വേഷിച്ചതിൽ ഈ പ്രതിക്ക്, ഈ സന്ദീപിന് തെമ്മല പോലീസ് സ്റ്റേഷനിലും മറ്റ് പല പോലീസ് സ്റ്റേഷനുകളിലും നിരവധി മോഷണ കേസുകൾ നിലവിലുള്ളതായിട്ട് അറിയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇന്ന് ബഹുമാനപ്പെട്ട പുനലൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സഹിതം ഹാജരാക്കുകയും ചെയ്തു. ഏരൂർ SI ഫൈസലിന്റെ നേതൃത്വത്തിലാണ് സന്ദീപിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. CTV ചീഫ് റിപ്പോർട്ടറായിരുന്ന R ജയപ്രകാശിന്റെ സ്മരണയ്ക്കായി കൊല്ലം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ അവാർഡിന് മാതൃഭൂമി കരിക്കോട് പ്രാദേശിക ലേഖകൻ രാജീവ് ചാത്തിനാംകുളം അർഹനായി. ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച പരമ്പരയ്ക്കാണ് അവാർഡ്. ക്ഷീര കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും പരിഹാര നിർദ്ദേശങ്ങളും സമഗ്രമായി വിലയിരുത്തുന്നതാണ് പരമ്പരയെന്ന് ജൂറി വിലയിരുത്തി. ജോൺസൺ വേങ്ങേത്തടം, PR ദീപ്തി, ജയൻ മഠത്തിൽ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. പത്ര റിപ്പോർട്ടുകളും ദൃശ്യമാധ്യമ റിപ്പോർട്ടുകളുമാണ് അവാർഡിനായി ക്ഷണിച്ചത്. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 3 വരെ പ്രസിദ്ധീകരിച്ച വാർത്തകളായിരുന്നു അവാർഡിനായി പരിഗണിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയനിൽ അംഗങ്ങളല്ലാത്ത ലേഖകർക്ക് മാത്രമായിരുന്നു പുരസ്കാരം ഏർപ്പെടുത്തിയത്. ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് എൻട്രികൾ ഉണ്ടായിരുന്നില്ല. 5000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 28 രാവിലെ 11:30 കൊല്ലം പ്രസ് ക്ലബിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ അവാർഡ് സമ്മാനിക്കും. കൊല്ലം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ജയപ്രകാശ് കുടുംബസഹായ ഫണ്ട് ചടങ്ങിൽ കൈമാറുമെന്ന് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് D ജയകൃഷ്ണൻ, സെക്രട്ടറി സനൽ D പ്രേം എന്നിവർ അറിയിച്ചു. നല്ല എൻട്രിക്ക് അവാർഡ് നൽകുന്ന ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൃശ്യമാധ്യമ മേഖലയിലും പ്രിന്റ് മേഖലയിലും ഒരുപോലെ അവാർഡ് നൽകുന്നതിനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഒരു ദൗർഭാഗ്യവശാൽ ദൃശ്യമാധ്യമ മേഖലയിൽ നിന്ന് എൻട്രികളൊന്നും തന്നെ ലഭിച്ചില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് വെച്ചിരുന്ന ക്രൈറ്റീരിയ കൊല്ലം പ്രസ് ക്ലബ്ബുമായിട്ട് സഹകരിക്കുന്ന KUWJയിൽ അംഗത്വം ഇല്ലാത്ത മാധ്യമപ്രവർത്തകരുടെ നിന്നായിരുന്നു എൻട്രി ക്ഷണിച്ചിരുന്നത്. പക്ഷെ അത്തരം എൻട്രികളൊന്നും തന്നെ നമുക്ക് ലഭിച്ചില്ല. അതൊരു വലിയ വിഷമമാണ്.
ഇവിടെ ദൃശ്യമാധ്യമ മേഖലയിൽ നിന്ന് അതുകൊണ്ട് എൻട്രികൾ ഇല്ലായിരുന്നത് കൊണ്ട് ആ അവാർഡ് നിൽക്കാൻ കഴിയില്ല. എന്നാൽ പ്രിന്റിന്റെ മേഖലയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് 6 എൻട്രികൾ ലഭിച്ചു. ആ എൻട്രികൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനായിട്ട് ഒരു സമിതിയെ വെച്ചിരുന്നു. അവരുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ അതിന്റെ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട ആനയടിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കാരാളിമുക്ക് മംഗലത്ത് കിഴക്കതിൽ ഷെമീറാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. പച്ചക്കറിയുമായി പോയ വാഹനവും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സ്ത്രീകളിൽ സംരംഭകത്വം വളർത്തുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഓടനാവട്ടത്ത് കുടുംബശ്രീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മേഖലകളിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളിൽ സംരംഭകത്വം വളർത്തുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഓടനാവട്ടത്ത് കുടുംബശ്രീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലെ സ്വയം സംരംഭകർക്ക് വരുമാനദായകമായ പദ്ധതികളുടെ ഒരു സ്കീമാണ് ഇവിടെ ആരംഭിച്ചത്. അതിപ്പം ചിപ്സ് ഉണ്ടാക്കുന്നതും മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു യൂണിറ്റാണ്. അതിനകത്ത് ചെറിയ മെഷീനുണ്ട്, സൗകര്യങ്ങളുണ്ട്, പ്രൊഡ്യൂസർ യൂണിറ്റാണ്. മറ്റുള്ള ഈ സ്വയം സംരംഭകരായിട്ടുള്ള ആളുകൾക്കുള്ള സഹായമുണ്ട്. കുടുംബശ്രീ ഒരു വലിയ പ്രസ്ഥാനമാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പുതിയ ബഡ്ജറ്റിൽ നിലവിലുള്ള കുടുംബശ്രീക്ക് 180 കോടിയോളം രൂപ കൊടുക്കുന്നത് കൂടാതെ നമ്മള് 22.5 കോടി രൂപ ഈ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള സ്ഥാപനങ്ങളെ ബന്ധപ്പെടുത്തി ചെയ്യാനുള്ള കാര്യം ചെയ്യും. എന്നാൽ നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങള് യൂണിവേഴ്സിറ്റിയിലും മറ്റ് റിസർച്ച് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പാക്കിങ്ങിനുള്ള സൗകര്യങ്ങളും മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യം. അപ്പൊ അത് വരുമ്പോൾ നല്ലപോലെ ഇത് വിൽക്കാൻ പറ്റും. അതിനുള്ള പണം ഇപ്പൊ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ്. കുടുംബശ്രീയുടെ സ്വയം സഹായ സംഘങ്ങളിലൂടെ വായ്പ ലഭ്യമാക്കി അംഗങ്ങൾക്ക് വരുമാനദായകമായ വിവിധ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞു. ബജറ്റിൽ 180 കോടി രൂപ കുടുംബശ്രീക്കായി വകയിരുത്തി. കാർഷിക വ്യവസായിക മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നൂതന കുടുംബശ്രീ സംരംഭങ്ങൾക്ക് 22.5 കോടി രൂപ സാമ്പത്തിക സഹായമായി നൽകും. സാങ്കേതിക മേഖലകളിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CDS ചെയർപേഴ്സൺ ശൈലജ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിലീപ് കുമാർ, വാർഡംഗങ്ങളായ വിഷ്ണു രവീന്ദ്രൻ, ജയന്തി മധു, മനോജ്, വത്സമ തോമസ്, സുന്ദരൻ, പ്രമോദ്, ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഗോവൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അയത്തിൽ സ്വദേശി ജിജോയെയാണ് കരുനാഗപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും 43.5 ലിറ്റർ മദ്യമാണ് പിടിച്ചെടുത്തത്. കരുനാഗപ്പള്ളി കരോട്ടുമുക്കിന് സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. കാറിൽ കടത്തിക്കൊണ്ടുവന്ന ഗോവൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത്. കരുനാഗപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ലതീഷിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി കരോട്ടുമുക്കിന് സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് 58 കുപ്പികളിലായി ഉണ്ടായിരുന്ന 43 ലിറ്റർ ഗോവൻ മദ്യം പിടിച്ചെടുത്തത്. മദ്യം കടത്തിക്കൊണ്ടുവന്ന കൊല്ലം വടക്കേവിള ആയത്തിൽ പട്ടത്താനം രാജേശ്വരി ഭവനത്തിൽ ജിജോയെ അറസ്റ്റ് ചെയ്തു. വർക്കല അയിരൂർ പാളയംകുന്ന് ഭാഗത്താണ് ഇയാൾ നിലവിൽ താമസിക്കുന്നത്. ഗോവയിൽ നിന്നും മദ്യം കടത്തിക്കൊണ്ടുവന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ വിതരണം നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ. മാരുതി സ്വിഫ്റ്റ് കാർ കടത്തിക്കൊണ്ടുവന്ന 58 കുപ്പികളിലായി ഉണ്ടായിരുന്ന 43.5 ലിറ്റർ ഗോവൻ മദ്യം കണ്ടെടുത്ത് കൊല്ലം പട്ടത്താനം സ്വദേശിയായ ജിജോയെ അറസ്റ്റ് ചെയ്ത ഒരു അബ്കാരി കേസുണ്ട്. ഇയാളിപ്പോൾ നിലവിൽ വർക്കല ഭാഗത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ ന്യൂ ഇയർ സമയത്ത് കരുനാഗപ്പള്ളി ഭാഗത്ത് ഗോവൻ മദ്യം വിൽപ്പന നടത്തിയായിട്ടുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ നിരീക്ഷണത്തിലാണ് വർക്കല ഭാഗത്തു നിന്നും മദ്യം ഇവിടെ കൊണ്ടു കൊടുക്കുന്നതായിട്ട് അറിഞ്ഞത്. അങ്ങനെ നിരീക്ഷണം നടത്തി പല തവണ നമ്മൾ ഇയാളെ പിടിക്കാനായിട്ട് നോക്കിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇയാളെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കാണ് ഇയാളെ നമുക്ക് പിടിക്കാൻ സാധിച്ചത്. നേരത്തെ കരുനാഗപ്പള്ളിയിൽ ഗോവൻ മദ്യം വിതരണം ചെയ്തതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാളുകളായി നടത്തിയ നിരീക്ഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കരുനാഗപ്പള്ളി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് രഘു KG, എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർമാരായ അജയകുമാർ, ഉണ്ണികൃഷ്ണപിള്ള, പ്രിവന്റീവ് ഓഫീസർമാരായ അഭിലാഷ്, സുജിത്ത്, CEO-മാരായ മോളി, നിധിൻ, അജയഘോഷ്, ചാൾസ്, കിഷോർ എന്നിവരായിരുന്നു പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. 24-നാണ് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് അറിയിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക,
ശമ്പള പരിഷ്കരണത്തിന്റെ അതേ മാനദണ്ഡത്തിൽ പെൻഷൻ പരിഷ്കരണവും നടപ്പാക്കുക, ക്ഷാമാശ്വാസം കുടിശ്ശിക സഹിതം നൽകുക, ഓണം ഉത്സവബത്ത പുനഃസ്ഥാപിക്കുക, എക്സ് ഗ്രേഷ്യ പെൻഷൻകാരുടെയും 2022 പെൻഷനായവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി 24 സെക്രട്ടേറിയറ്റിലേക്ക് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാർച്ച് സംഘടിപ്പിക്കുന്നത്. കൊല്ലത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 11 വർഷക്കാലമായി ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് ഒന്നിനു പോലും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇനി ഒരു മാസക്കാലം പോലുമില്ല ഞങ്ങൾ സമരത്തിലേക്ക് വീണ്ടും അവസാന സമരത്തിലേക്ക് ഇറങ്ങി. അതിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ 5ആണ്. 1, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക. 2, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. കുടിശ്ശിക ക്ഷാമാശ്വാസം അനുവദിക്കുക. ഓണം ഉത്സവം പുനഃസ്ഥാപിക്കുക. 25 ശേഷം പെൻഷൻ പറ്റിയ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക. എന്നീ 5 ആവശ്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായും ഈ സമരത്തിൽ, ഈ സെക്രട്ടറി മാർച്ചിൽ ഉന്നയിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് P. മുരളീധരൻപിള്ള, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി R. വിജയകുമാർ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് G. പ്രഭാകരൻ, ജില്ലാ സെക്രട്ടറി K. ചന്ദ്രബാബു, കൊല്ലം യൂണിറ്റ് സെക്രട്ടറി R. അശോകൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് BJP ജില്ലാ പ്രസിഡന്റിന്റെ മകന് RSSകാരുടെ മർദ്ദനം. ശാസ്താംകോട്ട കുമരംചിറ ഉത്സവത്തിനിടയിലായിരുന്നു സംഘർഷം. കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിന്റെ മകൻ പൃഥ്വിരാജിനാണ് മർദ്ദനമേറ്റത്. ക്ഷേത്രോത്സവത്തിനിടെ BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിന്റെ മകനെ RSS പ്രവർത്തകർ മർദ്ദിച്ചു. രാജീവ് പ്രസാദിന്റെ മകൻ പൃഥ്വിരാജിന്റെ തലയ്ക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ശൂരനാട് പോലീസ് കേസെടുത്തു. എന്നാൽ മർദ്ദനത്തിനു പിന്നിൽ രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഇല്ലെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന കുമരഞ്ചിറ ക്ഷേത്രോത്സവത്തിനിടെയാണ് യുവാക്കൾ തമ്മിൽ വാക്കേറ്റവും ഏറ്റുമുട്ടലും ഉണ്ടായത്. രാജീവ് പ്രസാദിന്റെ മകൻ പൃഥ്വിരാജിന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മറ്റൊരാളുടെ ദേഹത്ത് തട്ടിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിൽ പൃഥ്വിരാജിന്റെ തലയ്ക്ക് പരിക്കേറ്റു. തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ മർദ്ദിച്ച യുവാക്കൾക്കെതിരെ കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ കൂടുതലായി പഴയ പോലെ വരുന്നില്ല. അപ്പോൾ ജനങ്ങളെ കൂടുതലായി ഗ്രാമസഭകളിൽ എത്തിച്ച് പ്രാദേശിക വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊണ്ടുള്ള വികസന പദ്ധതികൾ വരും ദിവസങ്ങളിൽ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോപൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീബ മോൾ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോൺ പദ്ധതി രേഖ അവതരിപ്പിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സവാദിയെ, S. സാജു വർഗീസ്, ശരത്ചന്ദ്രൻ, ഷാൻ, ലളിതാംബിക, ഗിരീഷ് കുമാർ, അജി അലക്സ്, ജീജ ബാബു, ബിനു ഗോപാൽ, അനിൽകുമാർ, മനോജ്, സുനി, സുനിത ഷാജി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CD മണിയൻ പിള്ള, ആസൂത്രണ സമിതി അംഗങ്ങളായ സോമൻ പിള്ള, TC അനിൽകുമാർ, SD അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലം വടക്കേവിള വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിൽ ചന്ദ്രപൊങ്കാല നടത്തി. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം 23-ന് സമാപിക്കും. കൊല്ലം വടക്കേവിള വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലാണ് ആയിരങ്ങൾ ചന്ദ്രപൊങ്കാല അർപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്രതം നോറ്റ ഭക്തർ രാവിലെ മുതൽ തന്നെ കൂനമ്പായിക്കുളം ക്ഷേത്രസന്നിധിയിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. വൈകിട്ടോടെ ക്ഷേത്രസന്നിധി യജ്ഞശാലയായി മാറി. നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത രമ, ഡോക്ടർ മീന അശോകൻ, ഡോക്ടർ J. ശ്രീകുമാർ, അനുരാജ്, പ്രീണ അനുരാജ് എന്നിവർ ചേർന്നാണ് ചന്ദ്രപൊങ്കലിന് ഭദ്രദീപം തെളിയിച്ചത്. ക്ഷേത്രതന്ത്രി ജിതിൻ ഗോപാലും മേൽശാന്തി സുരേഷ് തിരുമേനിയും പണ്ടാരിയടുപ്പിലേക്ക് ദീപം പകർന്നു. ഈ സമയം നീലാകാശത്ത് ശ്രീകൃഷ്ണപരുന്ത് വട്ടമിട്ട് പറന്നു. തെളിച്ചുമറിഞ്ഞ അടുപ്പുകളിൽ ശാന്തിമാർ തീർത്ഥം തളിച്ചതോടെ ചന്ദ്രപൊങ്കലിന് സമാപനമായി. ദീപാരാധന കണ്ട് തൊഴുതതിനു ശേഷമാണ് ഭക്തർ ക്ഷേത്ര പരിസരത്തു നിന്നും മടങ്ങിയത്.
പൊങ്കാല അർപ്പിക്കാനെത്തിയവർക്ക് ലഘുഭക്ഷണം, കുടിവെള്ളം ഉൾപ്പെടെ സജ്ജീകരിച്ചിരുന്നു. ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭഭരണി മഹോത്സവം 23-ന് സമാപിക്കും. ചന്ദ്രപ്പൊങ്കലിന് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എസ് ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി അനീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സുജി കൂനമ്പായിക്കുളം, ജോയിന്റ് സെക്രട്ടറി എസ് സുജിത്ത, ട്രഷറർ എസ് സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി ചിറ്റുമൂല മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. പുതിയകാവ് ചക്കുവള്ളി റോഡിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. 42.439 കോടിയാണ് നിർമ്മാണ ചെലവ്. പുതിയകാവ് ചക്കുവള്ളി റൂട്ടിൽ ചിറ്റുമൂല റെയിൽവേ ക്രോസിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് 2022 ഓഗസ്റ്റിൽ 2022 ഓഗസ്റ്റ് മാസം റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്പാനും അപ്രോച്ച് റോഡും ഉൾപ്പെടെ 583 മീറ്റർ നീളവും ഒരു വശം നടപ്പാതയോടുകൂടി 10.20 മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം വിഭാവനം ചെയ്തിട്ടുള്ളത്. 56 സ്വകാര്യ വ്യക്തികളിൽ നിന്ന് 10.25 കോടി ചെലവഴിച്ച ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തീകരിച്ചിട്ടുണ്ട്. പാലത്തിന്റെ റെയിൽവേ സ്പാൻ റെയിൽവേ നേരിട്ടാണ് നിർമ്മിക്കുന്നത്. സ്പാൻ ഒഴികെ 24.19 കോടി രൂപയാണ് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക. നിർമ്മാണം, വസ്തു ഏറ്റെടുക്കൽ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉൾപ്പെടെ 42.439 കോടി രൂപയാണ് ആകെ ചെലവ്. ചിറ്റുമൂല റെയിൽവേ ക്രോസ് ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച മുന്നേറ്റം ഈ നാടാണ്. റോഡുകൾ, പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇതിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് 5-8 വർഷം BMNBC റോഡുകൾ കുഴപ്പമുണ്ടായില്ല, പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പൊ അത് 60% ആയി എന്ന സന്തോഷവും അറിയിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നജീബ് മണ്ണേൽ, ദീപാചന്ദ്രൻ, വരുൺ ആലപ്പാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസ തൈക്കൂട്ടത്തിൽ, റസീന അൻവർ, നാദിർ ഷായൻ, ഷാജി, അഡ്വക്കേറ്റ് KA ജവാദ്, P രാജു, AA ജബ്ബാർ, ആദിനാട് സൈനുദ്ദീൻ, RBDCK ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. റെയിൽവേ ബ്രിഡ്ജസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർവഹണ ഏജൻസി. 2 വർഷമാണ് പൂർത്തീകരണ കാലാവധി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മണ്ണു പരിശോധനയും തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യത്യസ്ത അപകടങ്ങളിൽ ശാസ്താംകോട്ടയിൽ 2 പേർ മരിച്ചു. നാടൻപാട്ട് സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഗായിക ചിതറ സ്വദേശി ലക്ഷ്മിയും പച്ചക്കറിയുമായി പോയ വാഹനവും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാരാളിമുക്ക് സ്വദേശി ഷമീറും മരിച്ചു. ഗോവൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അയത്തിൽ സ്വദേശി ജിജോയെയാണ് കരുനാഗപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. അരിപ്പ സമരഭൂമിയിലെ 45 ഏക്കർ സ്ഥലത്തെ മരം മുറിക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ ഒത്താശയുണ്ടെന്ന് ആരോപണം. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആദിവാസി ദലിത് മുന്നേറ്റ സമിതി. പട്ടയം തടഞ്ഞുവെക്കുന്ന നടപടിയുണ്ടായാൽ 24-ന് നടക്കുന്ന പട്ടയമേള ബഹിഷ്കരിക്കുമെന്നും ആദിവാസി ദലിത് മുന്നേറ്റ സമിതി. ഉത്സവത്തിന് പോകാനായി ബൈക്ക് മോഷ്ടിച്ചു. യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ നെട്ടയം സ്വദേശി സന്ദീപാണ് അറസ്റ്റിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.